ഇപ്പോൾ നിങ്ങൾക്കറിയുന്ന പോലെ ചാലിയാർ പുഴ ഒരു കണ്ണീർ പുഴയായി നമ്മുടെ മനസ്സിലേക്കൊക്കെ ഒഴുകുകയാണ്. മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കാണാതായ ആളുകൾക്കായി ചാലിയാറിൽ ഇന്നും തെരച്ചിൽ നടക്കും. തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളും നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും ഈ തെരച്ചിൽ പങ്കെടുക്കും. സമീർ ബിൻ കരീം ചാലിയാർ പുഴയ്ക്കരികിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. സമീർ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് എസ്കെൻ. ഞാനിപ്പോൾ നിൽക്കുന്നത് മമ്പാട് ഓടായിക്കൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിന് സമീപമാണ്. ചാലിയാർ പുഴയുടെ ഒരു ഭാഗമാണ് ഞാൻ നിൽക്കുന്ന ഈ പ്രദേശം. ഇന്നലെ ഇവിടെ നിന്ന് ഒരു ശരീരഭാഗം കണ്ടെത്തിയിരുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ തെരച്ചിൽ രാവിലെ 9:30 കൂടിയായിരിക്കും ആരംഭിക്കുക എന്നുള്ളതാണ് രക്ഷാപ്രവർത്തകർ നമ്മെ അറിയിച്ചിരിക്കുന്നത്. പ്രധാനമായും ചാലിയാർ പുഴ കടന്നു പോകുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ, നാട്ടുകാർ, സന്നദ്ധ പ്രവർത്തകരായിരിക്കും ഈ പ്രധാനമായും ഈ തെരച്ചിലിൽ ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഫയർഫോഴ്സിൻ്റെയും മറ്റുള്ള സേനകൾ വളരെ ചുരുങ്ങിയ എണ്ണം പ്രവർത്തകരും നിലവിൽ ഈ തിരച്ചിലിന്റെ ഭാഗമായിട്ടുണ്ടാകും. ഞാനിപ്പോൾ നിൽക്കുന്ന ഭാഗത്ത് വലിയ അളവിൽ ഈ മരത്തടികളെല്ലാം തന്നെ പുഴയുടെ പാലത്തിന് കീഴ്ഭാഗത്ത് വന്ന് അടിഞ്ഞുകൂടിയ ഒരവസ്ഥ ഉണ്ടായിരുന്നു. ഇത് ആദ്യഘട്ടത്തിൽ നാട്ടുകാരെല്ലാം തന്നെ നീക്കം ചെയ്തു. അതിനിടയിൽ നിന്നും നിരവധി ശരീരഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു. പിന്നീട് ഫയർഫോഴ്സും NDRF-ഉം എല്ലാവരും ചേർന്ന് ഇവിടുത്തെ മരത്തടികളെല്ലാം തന്നെ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരാഴ്ച പിന്നിടുമ്പോഴും ഈ മരത്തടികൾ പൂർണ്ണമായും നീക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ അപകടത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കി തരുന്ന ഒരു കാര്യം. നമുക്ക് ദൃശ്യങ്ങളിൽ മരത്തടി കാണാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഏതായാലും ഇന്നും തിരച്ചിൽ നടക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ 2 ശരീരഭാഗങ്ങൾ മാത്രമാണ് ചാലിയാർ പുഴയിൽ നിന്നും അതോടൊപ്പം തന്നെ വനത്തിൽ ഉള്ളിൽ നിന്നുമായി കണ്ടെത്തിയിരിക്കുന്നത്. അവ എല്ലാം തന്നെ നിലവിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ്. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ചാലിയാർ പുഴയിൽ നിന്നും ഇതുവരെ 237 മൃതദേഹങ്ങളാണ് എത്തിയിരിക്കുന്നത്. ശരീരഭാഗങ്ങൾ ഉൾപ്പെടുന്ന കണക്കാണിത്. ഇവയെല്ലാം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി വയനാട്ടിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ്. നേരത്തെ ചില ശരീരഭാഗങ്ങൾ നിലമ്പൂരിൽ സംസ്കരിക്കാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടിരുന്നു എങ്കിൽ പോലും അതിൽ നിലവിൽ എല്ലാം തന്നെ വയനാട്ടിലേക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ള ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം ഭാവിയിൽ ഏതെങ്കിലും നിലമ്പൂരിൽ സംസ്കരിക്കുന്ന ശരീരങ്ങൾ തിരിച്ചറിയുകയാണെങ്കിൽ അവർക്ക് പ്രാർത്ഥനയോ മറ്റൊക്കെ നടത്തുന്നതിന് വേണ്ടി ഒരുപക്ഷെ വയനാട്ടിൽ നിന്ന് നിലമ്പൂരിലേക്ക് എത്തേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും. അതില്ലാതിരിക്കാൻ കൂടിയാണ് മുൻകരുതലിൻ്റെ ഭാഗമായി എല്ലാ ശരീരഭാഗങ്ങളും നിലവിൽ പറ്റാവുന്ന അത്രയും വയനാട്ടിലേക്ക് തന്നെ കൊണ്ടുപോകുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇന്നലെ ഡെപ്യൂട്ടി കളക്ടറുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഏതായാലും 9:30 കൂടി ചാലിയാറിലുള്ള തിരച്ചിൽ ഇന്നും ആരംഭിക്കുമെന്നുള്ളതാണ്. എസ്കെൻ. താങ്ക് യു. സമീർ ബിൻ കരീമാണ് ചാലിയാർ പുഴക്കരയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്.